ഹലോ നമസ്കാരം കൂട്ടുകാരെ. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറി കേട്ടോ. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ കേട്ടോ. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഈ സ്റ്റോറി കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. അങ്ങനെ രാത്രിയിൽ മാമച്ചാനും ഗ്രേസമ്മയും കൂടി ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രേവതിക്കുട്ടി അവിടെ ഇങ്ങനെ കഴിക്കാതെ മാറി നിൽക്കുക കേട്ടോ. അപ്പോൾ മാമച്ചാൻ ചോദിക്കുന്നുണ്ട്, നീ കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പിന്നീട് കഴിച്ചോളാം എന്ന് പറയാണ്. ഓ, ഞങ്ങളൊക്കെ പോയിട്ട് വെട്ടി വിഴുങ്ങാനായിരിക്കും അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ, എനിക്ക് ഒരുപാട് ഫുഡ് കഴിക്കണം, 10-12 പൊറോട്ട കഴിക്കണം, ചോറ് കഴിക്കണം, ചപ്പാത്തി കഴിക്കണം, ചിക്കനൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് കളിയാക്കുക കേട്ടോ. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, എൻ്റെ മാമച്ചായ നമ്മൾ പോയിട്ട് നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൾ നിൽക്കുന്നത്, ഇവളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല എന്ന് പറയാട്ടോ. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അത് ഭക്ഷണം ഇങ്ങനെ വേസ്റ്റ് ആക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരും. ഒരുപാട് പേര് ഇങ്ങനെ ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്നില്ലേ എന്ന് ചിന്തിക്കും. ഞങ്ങളൊക്കെ ഒരുപാട് ഭക്ഷണം കിട്ടാതെ വിഷമിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണെന്നൊക്കെ പറയട്ടോ രേവതിക്കുട്ടി. എൻ്റെ രേവതിക്കുട്ടി, ഞങ്ങൾ ഇനി ഭക്ഷണം വേസ്റ്റ് ആക്കുന്നില്ല, പോരെ, നീ ഇരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ട് നിർബന്ധിച്ച് ഭക്ഷണം കഴിക്കാൻ പറയാട്ടോ. അങ്ങനെ രേവതിക്കുട്ടി ഭക്ഷണത്തിന് ഒരു പ്ലേറ്റ് എടുത്ത് കുറച്ച് ഭക്ഷണമൊക്കെ എടുത്തിട്ട് കഴിക്കാനായിട്ട് കിച്ചണിലേക്ക് തന്നെ പോവാണ്. നീ ഇത് ഇങ്ങോട്ട് പോവാന്ന് ചോദിക്കുകയാണ് ഗ്രേസമ്മ. ഞാൻ ഇത് അപ്പുറത്ത് പോയിരുന്ന് കഴിക്കാനായിട്ട്, അവിടെ എവിടെ പോയിരുന്ന് കഴിക്കാൻ? ഞാൻ അവിടെ സ്ലാബിൽ വെച്ചിട്ട് നിന്ന് കഴിക്കും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ വന്നിരുന്ന് കഴിക്കുമെന്ന് പറയട്ടോ. നിങ്ങളുടെ ഒപ്പം ഇരിക്കാനോ, എന്നാൽ ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയാണ്. ഒപ്പം ഇരുന്നോന്ന് വെച്ചാൽ എന്ത് സംഭവിക്കാനാണ്? ഞങ്ങളുടെ അന്തസ്സ് ഇടിഞ്ഞു പോകുന്നില്ല, നീയാണോ ഞങ്ങളുടെ അന്തസ്സ് താങ്ങി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്? അവിടെ ഇരുന്ന് കഴിക്കുമെന്ന് പറയുമ്പം രേവതിക്കുട്ടി അപ്പുറത്ത് മാറിയുള്ളൊരു കസേരയിൽ ഇരിക്കുമ്പോൾ അവിടെയല്ല ഇവിടെ വന്നിരിക്കുമെന്ന് പറയട്ടോ. അങ്ങനെ മാമച്ചാൻ്റെ അടുത്തായിട്ടുള്ളൊരു കസേരയിൽ ഇരിക്കാൻ പറയണം. അങ്ങനെ രേവതിക്കുട്ടി അവിടെ ഇരുന്നിട്ട് പ്ലേറ്റ് ടേബിളിൽ വെക്കുന്നില്ല കേട്ടോ. അപ്പം മടി കാണിക്കണം. ആ ടേബിളിൽ പ്ലേറ്റ് വെച്ചിട്ട് കഴിക്കുക രേവതിക്കുട്ടി എന്ന് പറയണേ ഗ്രേസമ്മ. അങ്ങനെ രേവതിക്കുട്ടി ആ പ്ലേറ്റ് വെച്ചപ്പോൾ അതിൽ കുറച്ച് ചോറും ഒരു ചപ്പാത്തിയും ഒക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇച്ചിരി കറിയും ചിക്കനൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ അത് കണ്ടിട്ട് ഗ്രേസമ്മ ഒരു നല്ല വലിയ ലെഗ് പീസ് നോക്കിയിട്ട് രേവതിക്കുട്ടിയുടെ പ്ലേറ്റിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഇത് കണ്ടിട്ട് മാമച്ചൻ കണ്ണു മിഴിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇവളെന്തേ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ. പക്ഷേ മാമച്ചൻ അതൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ രേവതിക്കുട്ടിക്ക് കൊടുക്കുന്നതിൽ. അത് ഗ്രേസമ്മയ്ക്ക് കഴിക്കാനുള്ളതാണ്, അതിൽ നിന്നാണ് എടുത്ത് കൊടുക്കുന്നത്. അങ്ങനെ രേവതിക്കുട്ടി ആ പ്ലേറ്റിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. നീ എന്താ കരയാൻ പോവാണോ? കരച്ചിലൊക്കെ മാറ്റി വെച്ച് കഴിക്കുക. ഭക്ഷണത്തിൻ്റെ മുന്നിലിരുന്ന് കരയരുത്, കരയാൻ പാടില്ല. നിൻ്റെ മമ്മി പഠിപ്പിച്ചിട്ടില്ല അത്? ആ മമ്മി പറഞ്ഞിട്ടുണ്ട് ഭക്ഷണത്തിൻ്റെ മുന്നിലിരുന്ന് കരയാൻ പാടില്ല എന്ന് രേവതിക്കുട്ടി പറയാട്ടോ. എന്നാൽ കരച്ചിലൊക്കെ മാറ്റിയിട്ട് ആ ഭക്ഷണം കഴിക്കുമെന്ന് പറയാട്ടോ. ഇനി മേലിൽ ഒറ്റയ്ക്ക് ഇരുന്ന് എവിടെയും പോയിരുന്ന് കഴിക്കേണ്ട, ഞങ്ങൾ കഴിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഇവിടെ ഈ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ മതിയെന്ന് ഗ്രേസമ്മ പറയണം. അങ്ങനെ ചെയ്താൽ മതിയെന്ന് മാമച്ചാനും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് സന്തോഷമാവുകയാണ് രേവതിക്കുട്ടിക്ക്. കാരണം സ്വന്തം വീട് പോലെയാണ്, സ്വന്തം അമ്മയും അച്ഛനും നോക്കുന്നത് പോലെയാണ് ഇവർ നോക്കുന്നതെന്നുള്ള ഒരു വിശ്വാസം സന്തോഷമൊക്കെ രേവതിക്കുട്ടിയിൽ ഉണ്ടാവുക കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം രേവതിക്കുട്ടി പ്ലേറ്റൊക്കെ എടുത്ത് കൊണ്ടുപോയി ക്ലീൻ ചെയ്ത് അങ്ങനെ കിടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഗ്രേസമ്മയോട് കിടക്കാൻ പോവാന്ന് പറഞ്ഞിട്ടാട്ടോ രേവതിക്കുട്ടി പോണത്. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, ഇനി എന്നും ഇതുപോലെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയി കിടന്നാൽ മതി. ഏത് സമയത്ത്, രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും ഒക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ മതിയെന്ന് പറയാട്ടോ രേവതിക്കുട്ടീനോട്. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം ആട്ടോ. പിറ്റേ ദിവസം നമ്മുടെ രാവിലെ തന്നെ വൈജയന്തിയെ കമല ഫോൺ ചെയ്യാട്ടോ. കമല ഫോൺ ചെയ്യുന്നുണ്ട്. കമല ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കണം. അപ്പോൾ അന്നൊരു സൺഡേ ആണ്, അതുകൊണ്ട് വൈജയന്തിക്ക് ബാങ്കിലേക്കൊന്നും പോവാനില്ല. അപ്പോൾ രാവിലെ ഫ്രീ ആയതുകൊണ്ട് ഇങ്ങനെ വിളിക്കുക കേട്ടോ കമല. അങ്ങനെ വിളിച്ച് വർത്താനൊക്കെ പറയുമ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഒരുപാട് ജോലിയുണ്ട് എന്നൊക്കെ വൈജയന്തി പറയുമ്പോൾ അതിനൊക്കെ അവളില്ലേ അവിടെ, ആ അലീന ഇല്ലേ എന്ന് ചോദിക്കട്ടോ. അലീന ഉണ്ട്, എന്നാലും എനിക്ക് ചെയ്യേണ്ട കുറച്ച് ജോലികളുണ്ടല്ലോ, അതൊക്കെ ഞാൻ തന്നെ ചെയ്യണ്ടേ എന്ന് പറയാണ് വൈജയന്തി. എങ്ങനെയുണ്ട് അലീന അവിടെ വന്നിട്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോകുന്നു. അവൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ വായിൽ വെച്ച് കഴിക്കാൻ പറ്റുമോ? ഇവിടെ വന്ന സമയത്ത് ഒന്നും വായിൽ വെച്ച് കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു എന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ട് സംസാരിക്കും കേട്ടോ കമല. ആ സമയത്ത് വൈജയന്തി പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ നല്ല ഭക്ഷണമാണ്, നല്ല രുചികരമായിട്ട് തന്നെയാണ് അവൾ ഭക്ഷണം ഉണ്ടാക്കുന്നത്, വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണമാണ്, നല്ല ടേസ്റ്റാണ് എന്നുള്ള രീതിയിൽ അവളുടെ ജോലിയെക്കുറിച്ചും എന്ത് കാര്യം പറഞ്ഞാലും അത് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നല്ല അഭിപ്രായം പറയാട്ടോ കമലയോട്. ഇതൊന്നും കമലയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല
കാണുന്നില്ല കേട്ടോ. വൈജയന്തി എന്ത് ഇങ്ങനെയൊക്കെ പറയണമെന്നുള്ളൊരു ഭാവത്തിലാണ് കമല. പക്ഷേ ഇതൊക്കെ കേട്ട് നിൽക്കാട്ടോ അലീന അപ്പുറത്ത്. അലീന ആ വഴി പോകുമ്പോഴാണ് ഈ സംസാരം കേൾക്കുന്നത്. അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുക കേട്ടോ. അമ്മയുടെ നാവിൽ നിന്ന് തന്നെക്കുറിച്ച് നല്ല അഭിപ്രായം മറ്റൊരാളോട് പറയുന്നത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. അപ്പോൾ അമ്മയുടെ മനസ്സിൽ തന്നെക്കുറിച്ച് നല്ല അഭിപ്രായമൊക്കെ ഉണ്ട് എന്നുള്ളൊരു ചിന്ത അലീനയിൽ സന്തോഷം ഉണ്ടാക്കുക കേട്ടോ. അങ്ങനെ അലീന നേരെ മുത്തശ്ശിയുടെ അടുത്തേക്കാട്ടോ പോകുന്നത്. അപ്പോൾ അലീനയുടെ മുഖത്ത് സന്തോഷം ഈ പ്രസന്നതയൊക്കെ കണ്ടിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താണ് ഇത്രയ്ക്ക് സന്തോഷം എന്ന് ചോദിക്കുക കേട്ടോ. ഒന്നുമില്ല മുത്തശ്ശി എന്ന് പറയാണ് അലീന. അല്ലല്ല, എന്തോ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്, എന്താണ് ഇത്രയ്ക്ക് സന്തോഷിക്കാൻ എന്താണ് ഉണ്ടായത് എന്ന് ചോദിക്കുകയാണ്. അത് മുത്തശ്ശി, ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോഴേ മുകളിൽ ഇങ്ങനെ ക്ലീൻ ആക്കുമായിരുന്നു. ഞാൻ ആ സമയത്ത് മാഡം അവിടെ സംസാരിക്കുന്നത് കേട്ടു, ഫോണിലൂടെ സംസാരിക്കുന്നത് കേട്ടു. അവളെന്താണ് സംസാരിച്ചത്, ആരോടാണെന്ന് അറിയില്ല, എനിക്ക് തോന്നുന്നു കൊല്ലപ്പള്ളിയിലെ ആ കമല മേഡത്തിനോടാണെന്ന്. പക്ഷേ എന്താണെന്നൊന്നും അവർ ചോദിക്കുന്നതെന്നും എനിക്കറിയില്ല. പക്ഷേ എന്നെക്കുറിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാനൊന്ന് ചെവി ഓർത്തതാണ്. അപ്പം കേട്ടുപോയി ഞാൻ. അങ്ങനെ കേൾക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല, യാദൃശ്ചികമായിട്ട് കേട്ടതാട്ടോ മുത്തശ്ശി. മുത്തശ്ശി ഇനി ഇത് ആരോടും പറയാനൊന്നും നിൽക്കണ്ട. എന്താണ് നീ പറ, കാര്യം പറയാമെന്ന് പറയട്ടോ മുത്തശ്ശി. അത് മുത്തശ്ശി, ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ അല്ലേ നല്ലതാണെന്നുള്ള അഭിപ്രായം ഫോണിലൂടെ പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറയട്ടോ. അതിനെന്താ കുഴപ്പം, നീ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ നല്ല രുചിയുള്ള ഭക്ഷണമാണല്ലോ, അതിനെ ഞാനും തന്നെ പറഞ്ഞിട്ടില്ലേ. അങ്ങനെയല്ലേ മുത്തശ്ശി, മാഡത്തിൻ്റെ നാവിൽ നിന്ന് എന്ന് പറയട്ടോ. അത് ശരിയാണ്, അവൾ അങ്ങനെയൊക്കെ സമ്മതിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവളുടെ ഉള്ളിൽ വിശ്വാസം നേടിയെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമാണ്. വിശ്വാസം നേടിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൾ നിന്നെ കൈവെള്ളയിൽ വെച്ച് കൊണ്ടുവരുന്നോളും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല മുത്തശ്ശി, അങ്ങനെയൊന്നും പറയണ്ട. ഞാനൊരു ചെറിയ പെൺകുട്ടി ആയതുകൊണ്ടുള്ള ദേഷ്യം ഒക്കെ എപ്പോഴും ഉണ്ടാവും. പക്ഷേ ഉണ്ടാക്കുന്ന ഭക്ഷണം, ചെയ്യുന്ന ജോലിയൊക്കെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അമ്മയുടെ നാവിൽ നിന്ന്. നീ എന്താ പറഞ്ഞത്, അമ്മയുടെ നാവിൽ നിന്നോ? അതായത് കൃഷ്ണമോളുടെയൊക്കെ അമ്മയുടെ നാവിൽ നിന്ന് എന്നാ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയണം മുത്തശ്ശി. അപ്പോൾ നിൻ്റെ അമ്മയാവാനുള്ള പ്രായമൊക്കെ തന്നെയുള്ളൂ അവൾക്ക്, അവളുടെ മകളാവാനുള്ള പ്രായം തന്നെയുള്ളൂ നിനക്ക് എന്ന് പറയട്ടോ മുത്തശ്ശി. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാവാണ്. അതൊക്കെ ഓരോരോ സംഭവങ്ങൾ അവളുടെ ജീവിതത്തിൽ ഉണ്ടായി, അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ആയത് എന്ന് പറയട്ടോ. അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അലീന. അതൊക്കെ പറയാൻ നിന്നാൽ ഒരുപാടുണ്ട് കുഞ്ഞെ, ഞാനതൊക്കെ നിന്നോട് പിന്നീട് പറയാമെന്ന് പറയാട്ടോ. പിന്നീട് രേവതിക്കുട്ടിയെ ഒന്ന് ഫോൺ ചെയ്യാമെന്ന് പറയാട്ടോ അലീന. കുറേ ദിവസമായി അവളുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട്. അപ്പോൾ ഏതായാലും ഫോണൊക്കെ കിട്ടിയല്ലോ, ശരിയായല്ലോ. അവളുടെ നമ്പർ ഉണ്ടോ നിൻ്റെ കയ്യിലും ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറയണം. അങ്ങനെ ഗ്രേസമാൻറ്റിയുടെ നമ്പർ ഉണ്ട്, അതിലേക്ക് വിളിക്കാമെന്ന് പറയാട്ടോ. അങ്ങനെ അലീന ഗ്രേസമാൻറ്റിയുടെ നമ്പറിലേക്ക് വിളിക്കുകയാണ്. ഗ്രേസമ്മയാണ് ഫോൺ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫോൺ എടുത്തിട്ട് ഹലോ ആരാന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ അലീനയാണ്, സ്നേഹനികേതനത്തിലുണ്ടായിരുന്ന അലീന രേവതിക്കുട്ടിയുടെ എന്ന് പറയുമ്പോൾ ഗ്രേസമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം, ഇത് ആരുടെ നമ്പറാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം സുഖമായി പോകുന്നു ആൻറ്റി, രേവതിക്കുട്ടി എവിടെയെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം ഗ്രേസമ്മ കുറച്ച് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. രേവതിക്കുട്ടി ഇവിടെ എവിടെയോ ഉണ്ട്, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഗ്രേസമ്മ രേവതിക്കുട്ടീനെ വിളിക്കുക കേട്ടോ. നിൻ്റെ അലീന ചേച്ചിയാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുക്കുകയാണ്. രേവതിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ. ഹലോ ചേച്ചി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ചോദിക്കുന്നത്, നിനക്ക് അവിടെ സുഖമാണോ മോളെ എന്നാട്ടോ രേവതിക്കുട്ടിയോട് ചോദിക്കുന്നത്. എനിക്ക് ഇവിടെ സ്വർഗ്ഗമാണ് ചേച്ചി. അപ്പം ഭയങ്കര സന്തോഷത്തിലാണ് രേവതിക്കുട്ടി സംസാരിക്കുന്നത്. പക്ഷെ കുറച്ച് കുശുമ്പ് വരിക കേട്ടോ ഗ്രേസമ്മയ്ക്ക്. കാരണം അലീനയാണ് അവൾ കൂടുതൽ സ്നേഹിക്കുന്നത് എന്നുള്ളൊരു കുശുമ്പ് ഗ്രേസമ്മയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രേസമ്മ ഇങ്ങനെ നോക്കി നിൽക്കണം. ആ സമയത്താണ് ഇവിടെ എനിക്ക് സ്വർഗ്ഗമാണ് ചേച്ചി, എനിക്ക് ഭയങ്കര സുഖമാണ് എന്ന് പറയാട്ടോ. അത് കേൾക്കുമ്പോൾ ഗ്രേസമ്മയുടെ മുഖം ഇങ്ങനെ വികസിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ചിരിയും സന്തോഷമൊക്കെ വരും കേട്ടോ. കാരണം രേവതിക്കുട്ടി അങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുക കേട്ടോ ഗ്രേസമ്മയ്ക്ക്. അപ്പോൾ രേവതിക്കുട്ടി അങ്ങനെ കുറച്ച് സന്തോഷത്തോടു കൂടി കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ചേച്ചി അമ്മയെ കണ്ടോ, അമ്മ എന്ത് പറഞ്ഞു, എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഗ്രേസമ്മ അതൊക്കെ ഇങ്ങനെ ചെവി കൂർപ്പിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ, എന്തായി സംഭവം എന്നറിയാതെ. അപ്പോൾ രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്, ഞാൻ കണ്ടു, പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല, അമ്മ ഇച്ചിരി സ്ട്രോങ് ആണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് അമ്മയെ കാണാം, സംസാരിക്കാം, എന്നോട് ഭയങ്കര ദേഷ്യമാണ് എന്നൊക്കെയുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവരങ്ങനെ സംസാരിക്കുന്നുണ്ട്. എന്താണെങ്കിലും ചേച്ചിയുടെ അമ്മയുടെ അടുത്ത് എത്തിയല്ലോ, ഞാനിവിടെ ഭയങ്കര സന്തോഷത്തിലാണ് ചേച്ചി കഴിയുന്നത്, എനിക്കിവിടെ നല്ല സുഖമാണ് എന്നൊക്കെ പറയണം. അങ്ങനെ അവർ സംസാരിച്ച് ഫോൺ വെക്കുക കേട്ടോ. ഫോൺ വെച്ചതിന് ശേഷം ഗ്രേസമ്മ അവളെ വിളിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. അതെന്താ അലീനയുടെ അമ്മയെ കണ്ടോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അതൊക്കെ ഒരു വലിയ കഥയാണ്, ഞാൻ പറയാമെന്ന് രേവതിക്കുട്ടി
രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഞാൻ പറയാം കൊച്ചമ്മയെന്ന് പറയാം കേട്ടോ. അപ്പം ഗ്രേസമ്മ പറയുന്നുണ്ട്, ഇനി മേലിൽ എന്നെ നീ കൊച്ചമ്മ എന്ന് വിളിക്കരുത്, ആൻറ്റി എന്ന് വിളിച്ചാൽ മതി, മാമച്ചായനെ അങ്കിൾ എന്നും വിളിച്ചാൽ മതി എന്ന് പറയാം കേട്ടോ ഗ്രേസമ്മ. അപ്പം രേവതിക്കുട്ടി ആകെ ഇങ്ങനെ അങ്കലാപ്പിൽ നിൽക്കുകയാണ്. പറഞ്ഞത് മനസ്സിലായില്ലേ, എന്നെ ഇനി മേലിൽ കൊച്ചമ്മ എന്ന് വിളിക്കരുത്, വിളിച്ചു പോയാൽ നല്ല തല്ല് കിട്ടും എൻ്റെ കയ്യിൽ നിന്ന് പറയാം കേട്ടോ. അതുപോലെ മാമച്ചായനെ അങ്കിൾ എന്ന് വിളിച്ചാൽ മതി, അല്ലാതെ ഇനി കൊച്ചമ്മയെന്നോ സാറേന്നൊന്നും വിളിക്കുന്നത് ഇവിടെ കേട്ടു പോവരുത് എന്നൊക്കെ പറയണം. അതായത് ഗ്രേസമ്മയുടെ ഉള്ളിൽ ശരിക്കും ഒരു മോളോടുള്ള ഒരു സ്നേഹം തന്നെയാണ് രേവതിക്കുട്ടിയോടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു കെയറും സ്നേഹമൊക്കെ കൊടുത്തിട്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ ഞാൻ അങ്ങനെ വിളിക്കാമെന്ന് രേവതിക്കുട്ടി സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും രേവതിക്കുട്ടീനെ പറഞ്ഞേക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചിന്നുമോളെ കേട്ടോ. ചിന്നുമോളാണെങ്കിൽ അലീനയും രേവതിയും കാണാഞ്ഞിട്ട് അവിടെ നിന്ന് ആ അനാഥാലയത്തിൽ നിന്ന് ആ ഓർഫനേജിൽ നിന്ന് ഇറങ്ങി ഓടുക കേട്ടോ പുറത്തേക്ക്. അപ്പോൾ ആദ്യം അവൾ ഇറങ്ങി പോകുന്നത് ഷേർലി കാണുന്നില്ല കേട്ടോ. പിന്നെ കാണുമ്പോൾ ഷേർലി പുറകെ ഓടി ചെല്ലുന്നുണ്ട് കേട്ടോ. പക്ഷെ അപ്പോഴേക്കും ചിന്നുമോൾ റോട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിന്നുമോളുടെ പുറകെ ഓടി പോവുകയാണ് ഷേർലി. പക്ഷേ ചിന്നുമോളെ പിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ചിന്നുമോൾ കുറച്ച് മുന്നിലെത്തിയിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് ആ സൈഡിൽ നിന്നൊരു ലോറി വരിക കേട്ടോ. ആ ലോറി വരുമ്പോൾ തലയിൽ കൈവച്ച് പോവുകയാണ് ഷേർലി. ആ ലോറി ഡ്രൈവർ ആണെങ്കിൽ ഒരു കുഞ്ഞ് ഓടി വരുന്നത് കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ലോറി ഡ്രൈവർ ആണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ബ്രേക്ക് പിടിക്കുക കേട്ടോ. പക്ഷേ ചിന്നുമോളെ തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് ബ്രേക്ക് പിടിക്കുന്നത്. ചിന്നുമോൾ പെട്ടെന്ന് അവിടെ വീണ് പോവുകയാണ്. ഡ്രൈവറാണെങ്കിൽ ആകെ ഭയന്ന് പോവാട്ടോ. പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുകയും ചെയ്തു. ഇനി ആ കൊച്ചിന് എന്തെങ്കിലും പറ്റിയോ എന്നുള്ള അങ്കലാപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഡ്രൈവർ തലയിൽ കൈവച്ച് നിൽക്കുകയാണ് ഷേർലി. ഇതൊക്കെ കാണിച്ചിട്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുക കേട്ടോ. അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ ഒരു പ്രൊമോ സ്റ്റോറി ആയിട്ടാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നാളത്തെ എപ്പിസോഡ് കിട്ടുന്ന ഉടനെ തന്നെ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.